കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലുള്ള ഉണ്ണിയപ്പം ഭയങ്കര പ്രശസ്തമാണല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയായിരുന്നു കേട്ടോ. ഞാനും മേടിച്ചായിരുന്നു. 2, 3 പാക്കറ്റ് മേടിച്ചായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കത്ര വലിയ സുഖകരമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് എനിക്കെന്തായാലും കിട്ടിയില്ല. അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു അവിടുന്ന് പുറത്ത് വരുന്ന വാർത്തകളൊക്കെ കാണുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ വാർത്തകളൊക്കെ. പക്ഷേ എനിക്കത്ര ഒരു എന്താ പറയുന്നത്, ഞാൻ ഒരു 10, 60 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. പക്ഷേ എനിക്കത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്കത്ര വലിയ രുചികരമായിട്ടുള്ള ഒരു അനുഭവമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ പിറ്റേന്ന് തന്നെ ഇത് കംപ്ലയിൻ്റ് ആയി പോവുകയും ചെയ്തു. അതായത് ഇത് ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അത് ഫ്രിഡ്ജിലൊന്നും വെക്കാത്തത് കൊണ്ട് എളുപ്പം ഇല്ലാതായി പോയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് വാർത്തകളൊക്കെ പുറത്ത് വരുന്നത് ഇപ്പോഴാണ്. എന്നാലും എനിക്ക് ഇത് അവിടെ പോയിട്ടും എനിക്ക് വലിയ തൃപ്തികരമായിട്ടുള്ള യാത്രയല്ലായിരുന്നു കേട്ടോ. പക്ഷേ അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി കംപ്ലയിൻ്റ് ആയിപ്പോയി പകുതിക്ക് വെച്ച്. അങ്ങനൊരു കാരണം കൂടിയുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും കൊള്ളൂലായിരുന്നു.